മലപ്പുറം പെരിന്തൽമണ്ണ കുന്നംപള്ളി മേനകത്തു വീട്ടിലെ മരണങ്ങൾക്ക് പിന്നാലെ ദുരൂഹത അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മേനകത്ത് വീട്ടിൽ ഭാസ്കരന്റെ 2 ഭാര്യമാരും ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത്. ഭാസ്കരന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന അങ്ങാടിപ്പുറം ചേലപ്പറമ്പ് സ്വദേശി വത്സലയെ ഓഗസ്റ്റ് 24-നാണ് പുലർച്ചെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വത്സലയെ ഭാസ്കരൻ ശാരീരികമായും മാനസികമായും വർഷങ്ങളായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ പരാതി. മരണത്തിലെ ദുരൂഹത കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. ഓഗസ്റ്റ് 24-ന് പുലർച്ചെയാണ് വത്സലയെ അടുക്കളയോട് ചേർന്നുള്ള ഭാഗത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് വലിയ ദുരൂഹതകളാണ് വത്സലയുടെ കുടുംബം ആരോപിക്കുന്നത്. വർഷങ്ങളായുള്ള ശാരീരിക മാനസിക പീഡനത്തെ തുടർന്ന് ഇവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഭാസ്കരൻ ശാരീരികമായി വത്സലയെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും ബന്ധുക്കൾ ആരോപിച്ചു. ആദ്യത്തെ ഭാര്യ ഗ്യാസ് പൊട്ടി തെറിച്ച് വെച്ചാണ്. രണ്ടാമത് എൻ്റെ പെങ്ങള് അതിനെ അവളെ ബുദ്ധിമുട്ടായിട്ട് വെച്ചിട്ടുണ്ടായി. എൻ്റെ പെങ്ങള് മൂത്ത പെങ്ങളെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല, എങ്ങനെയും ജീവിച്ച് പോട്ടെ ചോദിച്ചു നിന്നാണ്. പക്ഷെ എങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ടില്ല. സംഭവിച്ച ഇതുവരെ ഇക്കണ്ട ദിവസമായി, കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് മരിച്ചത്. ഇതുവരെ അതിനൊരു റിസൾട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനൊരു വാൽനൊന്നും കിട്ടിയില്ല. അത് കിട്ടണം, കിട്ടിയേ പറ്റൂ. ഉണ്ടായിരുന്നു, ഉപദ്രവം ഉണ്ടായിരുന്നു പറഞ്ഞു മൂത്ത പെങ്ങളെ പറഞ്ഞേ. എന്റെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. 22 വർഷം മുൻപാണ് ഭാസ്കരന്റെ 1-ാം ഭാര്യ തീപ്പൊള്ളലേറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. അടുക്കളയിൽ വെച്ച് ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഭാസ്കരൻ വീട്ടുകാർ അന്ന് പറഞ്ഞിരുന്നത്. തുടർന്ന് ഭാസ്കരൻ വത്സലയെ വിവാഹം കഴിക്കുകയായിരുന്നു. ഭാസ്കരന്റെ ആദ്യ ഭാര്യയിൽ 2 മക്കളാണ്. ഒരാൾ വിദേശത്തും മറ്റൊരാൾ മഞ്ചേരിയിലുമാണ് താമസം. ഭാസ്കരനും വത്സലയും മാത്രമായിരുന്നു കുന്നംപള്ളിയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. പുലർച്ചെ ഭാസ്കരൻ ചായ കൊടുത്ത ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഭാസ്കരൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ ശരീരത്തിന്റെ പകുതിയിലേറെ ഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. മരണസമയത്ത് ഭാസ്കരൻ വീട്ടിലുണ്ടായിരുന്നു. ഇതെല്ലാം നടന്നിട്ടും ഒരു ശബ്ദം പോലും ഭാസ്കരൻ കേട്ടില്ല എന്ന് പറയുന്നതുമാണ് ഇതിലെ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് ആദ്യ ഭാര്യ മരിക്കുന്നതും ഇപ്പോൾ വത്സലയും സമാന രീതിയിൽ മരണമടയുന്നതോ ഇതോടെ മരണങ്ങൾ അന്വേഷിക്കണം എന്ന ആവശ്യം ഉയരുകയാണ്. മരണം വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാമത്തെ ഒരു മരണമാണ് നടക്കുന്നത്. അതിൽ എല്ലാ പൊതുജനങ്ങൾക്കും എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാനും അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ ജനങ്ങൾ നിരന്തരം നമ്മളോട് ആവശ്യപ്പെടുകയും ചോദിക്കുകയും ചെയ്യുന്നിട്ടുണ്ട്. പോലീസ് മരണം നടന്ന സമയം മുതൽ പോലീസ് അതിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ വത്സല ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതിപ്പെടുകയും അതിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മളടുത്ത് വരികയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പോലീസിൽ ഇവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 മരണങ്ങൾക്കും സമാനമായ സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഇതിലെ ദുരൂഹത നീക്കണമെന്നും നാട്ടുകാരും ആവശ്യപ്പെടുന്നു. അങ്ങനെ തല്ലുണ്ട് ചേച്ചി പറഞ്ഞിട്ട് തന്നെ അന്ന് പനിയൊക്കെ വന്നപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, പനിക്കാണ് എന്നെ തച്ചിട്ടാണ് അങ്ങനെ താട്ടിനോടും അല്ല അച്ഛനോടും ഇന്നോടൊക്കെ അവൾ പറഞ്ഞു. പിന്നെ ഞാൻ കാണും ചെയ്തോ. ഒരു ദിവസം മുടി ആസ്പത്രിയിൽ അവിടെ നിന്ന് പോയിട്ട് അവിടെ ആസ്പത്രിയിൽ പോയി വന്നിട്ട് അവളെ കടക്കണോടത്തുനിന്ന് അവളെ വലിച്ചുകൊണ്ട് മൂപ്പരാണ് കൊണ്ടുപോയത്. കടക്കാൻ പാടില്ല പറഞ്ഞിട്ട് വലിച്ചോണ്ടാണ് പോയി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വത്സലയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് സ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പറഞ്ഞു. മലബാർ ടൈംസ്, മലപ്പുറം.